Hi friends, welcome to your mirror. എൻ്റെ പേര് നീനു. നമ്മളിപ്പം ചിലപ്പോൾ ഏതെങ്കിലും സെലിബ്രിറ്റീസ് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് കണ്ടിട്ട്, അതല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് കണ്ടിട്ട്, അതുമല്ല എങ്കിൽ ഓൺലൈനിൽ ഏതെങ്കിലും നല്ല ഓഫറൊക്കെ കണ്ട് കളറൊക്കെ ഇഷ്ടപ്പെട്ട് ഒക്കെ ലിപ്സ്റ്റിക് മേടിച്ച് നമ്മളുടെ മുഖത്തത് നമ്മളുടെ ലിപ്സിലത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് നമ്മൾക്ക് ചേരില്ലാത്തതായിട്ട് കാണും. നമ്മളത് മാറ്റി വെക്കും. വെറുതെ അത്രയും കാശും പോകും. ചിലപ്പോൾ ഒക്കെ നമ്മൾ ഷോപ്പിൽ ചെന്നിട്ട് ട്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടുത്തെ ലൈറ്റിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയൊക്കെ ആയിരിക്കും. വീട്ടിൽ വന്നിട്ട് ഈ സെയിം ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും വേറൊരു ലുക്കായിരിക്കും. നമുക്കത് പിന്നെ ഇടാൻ ഇഷ്ടമുണ്ടാവില്ല. അത്രയും കാശും വെറുതെ പോകും. അത് മാറ്റി വെക്കുകയും ചെയ്യും. ആകെ കൂടെ വിഷമാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ഹാക്സാണ് ഞാൻ പറയാൻ പോകുന്നത്. 1, 2, 3 കളർ ലിപ്സ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ഫേസിന്, നമ്മളുടെ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന രീതിയിൽ എങ്ങനെ അത് മാറ്റിയെടുക്കാം, പല ലിപ്സ്റ്റിക് ഷെയ്ഡ്സും മിക്സ് ചെയ്തിട്ട് അതിനെ എങ്ങനെ നമ്മളുടെ മാച്ച് ആവുന്ന രീതിയിലാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും, ഞാൻ ഇപ്പം എൻ്റെ കയ്യിലുള്ള കുറച്ച് ലിപ്സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് അത്ര മാച്ച് ആവുന്നതല്ല. ഇഷ്ടപ്പെട്ട് മേടിച്ചു കൊണ്ടുവന്നു. അപ്പം അത് എനിക്കത്ര ചേരുന്നില്ല. അപ്പം ഞാൻ അതെങ്ങനെയാണ് എനിക്ക് ചേരുന്ന രീതിയിൽ ആക്കിയെടുത്തിട്ട് ഇടുന്നതെന്നാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ കയ്യിലെ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് സെയിം രീതിയിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് ഓപ്ഷൻസാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിന് മെയിനായിട്ട് ഞാനിവിടെ ഒരു ലിപ് ലൈനർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആവുന്ന ഒരേ ഒരു ലിപ് ലൈനറിൻ്റെ ആവശ്യമുള്ളൂ. ആ ലിപ് ലൈനർ വെച്ചിട്ട് നമുക്ക് ഈ ലിപ്സ്റ്റിക്സ് എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിപ്പോൾ അതിന് വേണ്ടി ഇവിടെ എടുത്തേക്കുന്ന ലിപ്സ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഞാൻ വളരെ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എന്താ പറയുക, ഡസ്കി സ്കിന്നിന് മാച്ച് ആവുന്ന ലിപ്സ്റ്റിക് കളേഴ്സൊക്കെ സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിൽ നോക്കി മേടിച്ചൊരു മാക്കിൻ്റെ ലിപ്സ്റ്റിക്കാണിത്. നല്ല കാശ് ചിലവായിട്ട് ഇത് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഇട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ മുഖമൊക്കെ ഭയങ്കര പെയിലായിട്ടിരിക്കുന്നു. ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് എനിക്ക് മാച്ച് ആവുന്ന രീതിയിൽ ഞാൻ ആക്കുന്നതെന്ന് കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ മെബിലിൻ്റെ ഒരെണ്ണം, ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതൊരു ന്യൂഡ് കളറാണ്. ഇതും സാധാരണ ഡസ്കി സ്കിന്നിനൊക്കെ മാച്ച് ആവുന്നതാണ്. പക്ഷേ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മുഖമൊക്കെ ഭയങ്കര ഡാർക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. പിന്നെ റെഡ് കളർ ലിപ്സ്റ്റിക്കിനോട് ആഗ്രഹം തോന്നിയിട്ട് മേടിച്ച മെബിലിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണിത്. പിങ്ക് മൈ റെഡ് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് മേടിച്ചത്. പക്ഷെ മേടിച്ച് കഴിഞ്ഞ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും എൻ്റെ മുഖം എന്നെപ്പോലെയേ അല്ല ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ CYO എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ലൈറ്റായിട്ടുള്ളവരാണ്. ന്യൂഡ് കളർ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മേടിച്ചത്. ഈ ഒരു കളറ് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ വേറൊന്നാണ് ആംബയുടെ ഒരു മെറൂൺ കളർ. എനിക്ക് ഇല്ലാത്തൊരു കളറായിരുന്നു. അങ്ങനെ എനിക്ക് ആഗ്രഹം തോന്നി ഞാൻ മേടിച്ചൊന്നാണ് ഈ മെറൂൺ കളർ. ഇത് ജസ്റ്റ് ലൈറ്റായിട്ടൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇതും നമുക്ക് വേറൊരു കളറായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിനെല്ലാം മെയിനായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലിപ് ലൈനറാണ്. നിങ്ങളുടെ ഫേസിന് മാച്ച് ആവുന്ന ഏതെങ്കിലും ഒരു കളർ ലിപ് ലൈനർ. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കിന് വൈപ്പ് ചെയ്ത് കളയും ആദ്യം. ഇപ്പം ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല ശരിക്കും, ലിപ് ലൈനർ ലിപ് ബാം മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഏത് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും ലിപ്സ് ഒന്ന് സ്ക്രബ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഈ കളറാണ്. ഇത് എനിക്ക് ഒട്ടും മാച്ച് ആവില്ല. ഞാൻ ജസ്റ്റ് ഈ കളർ പ്ലെയിൻ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. എന്തായാലും ഇത് തീരെ ഇഷ്ടമല്ല. കാണുമ്പോൾ തന്നെ എന്തോ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു നോക്കാം.
ആദ്യം തന്നെ ലിപ് ലൈനർ വെച്ചിട്ടൊന്ന് ലൈൻ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഓൾ ലിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല ലിപ്സ്റ്റിക്സ് നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കളർ ലിപ്സ്റ്റിക് ചെറുതായിട്ട് ഒരു ടിൻറ്റ് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ആംബയുടെ മെറൂൺ കളറിലെ ലിപ്സ്റ്റിക് ഇപ്പോൾ എടുത്തേക്കുന്നത്. ജസ്റ്റ് കുറച്ചൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാനിതിടാൻ പോവാണ്. കണ്ട ഒരു പിങ്കിഷ് കളറായിട്ട് അത് വന്നു. ഓക്കെ, ഇനി അടുത്ത കളറിലേക്ക്. ഓക്കെ, എന്തെങ്കിലും പാർട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആഗ്രഹിച്ച് മേടിച്ചു ഒരു റെഡ് കളറായത്. പക്ഷേ ഇത് ഞാൻ പ്ലെയിൻ ആയിട്ട് ഇടുമ്പം എങ്ങനെ ഉണ്ടാവും എന്ന് ആദ്യം കാണിച്ചു തരാം. പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതെന്താ അപ്പോൾ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് കുറച്ചൊന്ന് വൈപ്പ് ചെയ്ത് കളയാം. കുറച്ച് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന മെബിലിൻ്റെ ഒരു ന്യൂഡ് കളർ. ഇപ്പോൾ റെഡാണ് നിങ്ങൾക്ക് മാച്ച് ആവുന്നില്ല എന്ന് തോന്നുന്നു, വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂഡ് കളർ എടുക്കുക, അതിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും പാർട്ടിക്ക് പോകുമ്പോൾ കുറച്ച് ഡാർക്ക് കളർ, കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ വേണമെന്നുണ്ടെങ്കിൽ ആ റെഡിൻ്റെ മുകളിലൊരു ബ്രൗൺ അല്ല ഏതെങ്കിലും ഒരു ന്യൂഡ് കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടടിച്ച് പോകുന്ന കളർ ചേഞ്ച് ആയിട്ട് ഇങ്ങനൊരു കളറായിട്ടുണ്ട്. ഓക്കെ, അടുത്ത ലിപ്സ്റ്റിക് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ഞാൻ ആദ്യം കാണിച്ച ആംബയുടെ മെറൂൺ കളർ. അതും ഞാൻ ആഗ്രഹിച്ച് മേടിച്ചതാണ്. പക്ഷേ അത് മാത്രമായിട്ട് ഇടുമ്പം എങ്ങനെ ഉണ്ടാവും എന്ന് ആദ്യം നമുക്ക് നോക്കാം. ഏതെങ്കിലും നൈറ്റ് പാർട്ടിക്കൊക്കെ ഒരു ബ്ലാക്ക് കളർ ഗൗണിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ നമ്മൾ ഡെയിലി വെയർ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെയൊന്ന് മാറ്റിയെടുക്കാൻ നോക്കാം. അപ്പം ഇതും ഞാൻ കുറച്ചൊന്ന് വൈപ്പ് ചെയ്ത് കളയുന്നുണ്ട്. ഫുള്ളല്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് ഭാഗം. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്ന ആദ്യം എടുത്ത് കാണിച്ചിരുന്ന മാക് ലിപ്സ്റ്റിക് അതിട്ട് കാണിച്ചു തരാം. പ്ലെയിൻ ആയിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ കുറേ ലിപ്സ്റ്റിക് ഇട്ടിട്ട് വൈപ്പ് ചെയ്ത് ഒരു റെഡിഷ് കളർ ലിപ്സിനുള്ളതുകൊണ്ട് വലിയ പ്രശ്നം തോന്നുന്നില്ല. പക്ഷേ ഇതല്ലാതെ ഡയറക്റ്റ് എൻ്റെ ലിപ്സിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര പെയിലായിട്ടിരിക്കും. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം നോക്കാം. ഞാൻ ഇതിപ്പോൾ വൈപ്പ് ചെയ്ത് കളയുന്നില്ല, പകരം അതിൻ്റെ മുകളിലേക്ക് ലിപ് ലൈനർ വെച്ചിട്ടൊരു ലൈൻ കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒരു റെഡിഷ് പിങ്ക് കളറായി.
ഇതുപോലെ നിങ്ങൾക്ക് ചേരുന്നില്ല എന്ന് തോന്നിയ ഏത് ലിപ്സ്റ്റിക് കളറിനെയും വേറൊരു ലിപ്സ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ ഒരു ലിപ് ലൈനറായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതിൻ്റെ നമ്മളുടെ സ്കിൻ കളറായിട്ട് മാച്ച് ആവുന്ന രീതിയിലാക്കാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ, ഇപ്പം എൻ്റെത് കുറച്ച് ചെറിയ തിന്നായിട്ടുള്ള ലിപ്സാണ്, അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിർത്തുന്ന രീതിയിൽ എങ്ങനെ ലിപ് ലൈനർ വെച്ചിട്ട് എഴുതാം എന്ന് നോക്കാം. നിങ്ങളുടെ വീട്ടിലെ യൂസ് ചെയ്യുന്നില്ലാതെ കളർ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് യൂസ് ചെയ്യുന്നില്ലാതെ മാറ്റി വെച്ചിരിക്കുന്ന ഏതെങ്കിലും ലിപ്സ്റ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ കാശ് കളയണ്ട. കാശ് മാത്രമല്ല, നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആക്കുന്നത് അത്ര നല്ല പ്രവണതയല്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. പിന്നെ ചില ലിപ്സ്റ്റിക്ക് ഡ്രൈ ആവുന്നു എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലും ഏതെങ്കിലും നല്ല ഡ്രൈ ആവാത്ത ലിപ്സ്റ്റിക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ലിപ് ബാം നല്ല കട്ടിയിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ആ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ കൂടി ഏതെങ്കിലും ഒരു നല്ല എന്താ പറയുക, ഒട്ടും ഡ്രൈ ആക്കാത്ത ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിപ് ബാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. വെറുതെ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.